ആദില ബേബിയും നൂറ ബീബിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. നൂറ ഭയങ്കരമായിട്ട് കരയാണ്. എൻ്റെ ശരീരം വേദനിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആവും. എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു കൈയാണ് എനിക്ക് വേണ്ടുന്നത്. പുള്ളി എന്താണ് ചെയ്യുന്നത്? അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു. എനിക്കൊന്നും എന്നും മനസ്സിലാവാത്ത കണക്കുള്ള ഒരു സ്റ്റേജായിരുന്നു. നൂറ ഇത് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, കണ്ണു തുടക്കി കരയാതെ. ഞാൻ ഇവിടെ ഇങ്ങനെ കരയിലില്ലായിരുന്നു എന്ന് നൂറ പറഞ്ഞു. അപ്പോൾ അതിൽ പറയാം, കരഞ്ഞോ, കുഴപ്പമില്ല, അതെന്താ, കരഞ്ഞങ്ങ് പോട്ടെ, ആ വിഷമം അങ്ങനെ മാറട്ടെ, അതിനിപ്പോൾ എന്താ. ആ ബ്ലീഡിങ് കണ്ടപ്പോഴാണ് എനിക്ക് കൺട്രോൾ പോയതെന്ന് അതിൽ നൂറയോട് പറയുന്നുണ്ട്. അപ്പം നൂറ പറയാം, ഞാനിതൊന്നും ഡിസർവ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ പറയുന്നത്, പ്രത്യേകിച്ചും അയാളിൽ നിന്ന് ഇക്കാന്ന് വിളിച്ചുകൊണ്ട് നടന്ന ആ നാവിൽ നിന്ന് ഇങ്ങനെയൊക്കെ എനിക്ക് ദേഷ്യമാണ് വരുന്നതെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പം നൂറ പറയാണ്, ഞാൻ എൻ്റെ നാവ് കൊണ്ട് ആരെയും ഒരു തെറി പോലും പറഞ്ഞിട്ടില്ല. എന്തെല്ലാം എന്നെ പറഞ്ഞൊക്കെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ നാവ് കൊണ്ട് ആരെയും തെറി പറയത്തില്ലെന്ന് നൂറ പറയുന്നുണ്ട്. നൂറ ഇന്നത്തെ ഗെയിമിനകത്ത് ഫെയിലാവുകയും ചെയ്ത് നൂറയ്ക്ക് ആ ഒരു വിഷമമാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങൾ ഈ ഗെയിമിനകത്ത് ഫെയിലായി പോയാൽ നൂറയ്ക്കുണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്നുള്ളത് നൂറയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് കൺഫെക്ഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങളൊന്നും ആദിലേക്ക് അറിയത്തില്ല. നൂറയ്ക്ക് അതെല്ലാം നല്ല ഓർമ്മയിലുണ്ട്. തനിക്ക് ഈ ഒരു ഗെയിമിനകത്ത് വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും മൊത്തവും നൂറയ്ക്കറിയാം. അതാണ് നൂറ ഇത്രമാത്രം ഇമോഷണലാവുന്നതിൻ്റെ കാരണം നൂറയുടെ ഇന്നത്തെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. നൂറ അതിനകത്ത് ഫെയിലായി. നൂറയ്ക്ക് അതിനുള്ള ഒരു നഷ്ടമുണ്ട്. എന്തായാലും അത് എന്താണെന്നുള്ളത് ഇനിയിപ്പം വരും ദിവസത്തിൽ ഒരു ടാസ്ക് കൂടി ബാക്കിയുണ്ട്. ആ ടാസ്ക് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നൂറയ്ക്ക് ഉണ്ടാവുന്ന നഷ്ടം എന്താണെന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ.